എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതായത് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഏതൊരു കാര്യവും അവർക്ക് കോണ്ടന്റ് ആണ്. ഇപ്പോൾ ഒരു ദിവസം എഴുന്നേൽക്കുന്ന സമയം മുതൽ അന്ന് രാത്രി ഉറങ്ങുന്നത് വരെ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം അവർ ചിലപ്പോൾ വീഡിയോ എടുത്ത് യൂട്യൂബിൽ കൂടി ഷെയർ ചെയ്ത് നമ്മളേക്ക് കാണിക്കാറുണ്ട്. എല്ലാ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീഡിയോകളൊന്നും ഞാൻ കാണാറില്ല. പക്ഷേ ഇച്ചായനും ഇച്ചായത്തിയും ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇവർ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കപ്പിൾസാണ്. അവരുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ എന്ന് പറയുന്നത് കൂടുതലും ഷോർട്സ് ആയിരിക്കും. അതായത് ഹസ്ബൻഡ് വൈഫ് ഫണ്ണി ഷോർട്സുകളാണ് അവരുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ചാനലിൽ തന്നെ മോണിറ്റൈസേഷന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നത് ഇച്ചായനും ഇച്ചായത്തിയും, റബിനും ബിനീഷയും, ഈ രണ്ടു പേരാണ്. ഞാൻ കൊച്ചിയിലായിരുന്ന സമയത്ത് ഇവരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവരെ കണ്ടു. ഇവരെനിക്ക് ആ സമയത്താണ് ഈ പറയുന്ന മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതും. അതല്ലാതെ തന്നെ വീഡിയോ കോളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ശരിക്കും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത രണ്ട് വ്യക്തികളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ഇവരും മഴവിൽ മനോരമയിൽ ഒരു ചിരി ഇരുചിരി ബമ്പർച്ചിരി എന്ന പ്രോഗ്രാമിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട സുധിമോൾ എന്ന് പറയുന്ന ഒരു ചേച്ചി. ഈ സുധിമോൾ ചേച്ചിക്കും യൂട്യൂബിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത് ഇവർ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇച്ചായനും ഇച്ചായത്തിയും ആയിക്കോട്ടെ, അല്ലെങ്കിൽ സുധിമോൾ ചേച്ചി ആയിക്കോട്ടെ, ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ വീട് മാറി. ഈ ഇച്ചായനും ഇച്ചായത്തിയും അവരുടെ പഴയ താമസ സ്ഥലത്ത് നിന്ന് മാറി. അതായത് അത് ആലപ്പുഴയായിരുന്നു, അവിടുന്ന് ഇപ്പോൾ തൃശ്ശൂർക്ക് മാറി. ഇവർ മാറിയതിന് ശേഷം ഈ സുധിമോൾ ചേച്ചി ഇവരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ 2 ദിവസം മുൻപ് ഈ ചേച്ചിയുടെ ചാനലിൽ എന്തോ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് അവർക്ക് പേയ്മെൻറ്റ് വരാതെ ആവുകയും അവർ ഈ ഇച്ചായനെ ഇച്ചായത്തി കോൺടാക്ട് ചെയ്യും. അവരുടെ അടുത്തേക്ക് പോയിട്ട് ആ ഇഷ്യൂ ക്ലിയർ ചെയ്യുകയും ചെയ്തു. ഈ സുധിമോൾ ചേച്ചിയും ഹസ്ബൻഡും ഇവരുടെ വീട്ടിൽ ചെല്ലുന്ന വീഡിയോ, അല്ലെങ്കിൽ ചെന്നതിന് ശേഷം ഇവരവിടെ സംസാരിക്കുന്ന വീഡിയോ ഇച്ചായനും ഇച്ചായത്തി അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു. എൻ്റെ ദൈവമേ, ഇത് അപ്ലോഡ് ചെയ്തത് മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. പക്ഷേ ആ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് ഈ സുധിമോൾ ചേച്ചിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കമൻറ്റുകളാണ്. അവൾ കാര്യം കാണാൻ വേണ്ടി നടക്കുന്നവളാണ്, അവൾക്ക് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം വരുന്നവളാണ്, അല്ലാത്ത സമയത്ത് അവൾ തിരിഞ്ഞു നോക്കത്തില്ല. ബിനീഷ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഇവരെന്ത് ചെയ്യുമായിരുന്നു, ഇവർ മൈൻഡ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇച്ചാൻ്റെ ഇച്ചായത്തിയുടെയും കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് കമൻറ്റുകളുടെ ബഹളമായിരുന്നു സുധിമോൾ ചേച്ചിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പോൾ തൊട്ടടുത്ത ദിവസം ഇച്ചായനും ഇച്ചായത്തെയും കൂടി ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്തതിനകത്ത് നോർമലി എനിക്ക് ഈ നെഗറ്റീവ് തംബ്നെയിൽ കൊടുക്കുന്നതിനോട് യോജിപ്പില്ല. എനിക്ക് ഇവരുടെ തംബ്നെയിൽ എന്ന് പറയുന്നത് സുധിമോൾ ഞങ്ങളെ ചതിച്ചു, ഇതായിരുന്നു തംബ്നെയിൽ. അത് ആർക്കും ദോഷമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് അവരെ തംബ്നെയിൽ വെച്ചു എന്നുള്ളതും, എന്തിനാണ് സുധിമോൾ ചേച്ചി ഇത്രയധികം ഹെയ്റ്റ് വാങ്ങിച്ച് കൂട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇച്ചായനും ഇച്ചായത്തെയും അവരുടെ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കാം. സുധിമോൾ ചേച്ചി അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സുധിമോൾ ചേച്ചിയുടെ വീഡിയോ ഞാൻ വെക്കുന്നില്ല. അതിന് കാരണം വേറൊന്നുമല്ല, രണ്ടും കൂടി വെച്ച് കഴിയുമ്പോൾ ഒരുപാട് ലെങ്ത് ആയിപ്പോൾ. അപ്പോൾ നമുക്ക് ഇച്ചായനും ഇച്ചായത്തി എന്താണ് ഈ വീഡിയോയ്ക്കകത്ത് പറയാനുള്ളത്, അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സുധിമോൾ തന്നെയാണ്. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെയാണ് സുധിമോളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ വരുന്നത് എന്നുള്ളതാണ്. അല്ലാതെ സുധിമോൾ ഇപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് വിളിക്കുകയോ അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായില്ല. സുധിമോൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ വന്നു. പിന്നെ ബിനീഷക്ക് ഹോസ്പിറ്റലിൽ കണ്ടപ്പോൾ സുധിമോൾ വന്നില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ. പിന്നെ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഒരുപാട് നാൾ കൂടിയിട്ട് സുധിമോളെ കണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ വന്നപ്പോൾ സുധിമോൾക്ക് ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അതായത് പേയ്മെന്റ് കയറുള്ള അവരുടെ വെരിഫിക്കേഷൻ വീഡിയോയിൽ കണ്ടു, വെരിഫിക്കേഷന്റെ പ്രശ്നങ്ങൾ അതും ഇതൊക്കെ ഫോണിൽ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞു സുധിമോൾ, പിന്നെ ഞാൻ അത് കഴിഞ്ഞ് കോച്ചിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ തന്നെ സുധിമോൾ കൂടി 10 മിനിറ്റ് കൂടി അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് സുധിമോൾ പോയി ചാലക്കുടി കൊണ്ടായി. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അതിന്റെ അടിയിൽ വന്ന കുറേ കമന്റ്സ് ഉണ്ട്. ഒരുപാട് കമന്റ്. സുധി ചേച്ചി അത് തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ സുധി ചേച്ചി വന്നില്ല. ഓൾറെഡി നമുക്ക് നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ എന്റെ ചാനലിൽ വരുന്നു, ചില ചാനലിൽ വരുന്നു, നിങ്ങൾ വീട് മാറിയിട്ട് എന്താണ് സുധിമോൾ വരാത്തത്, ബാക്കി എല്ലാവരും വന്നു, നിങ്ങൾ ആ വീഡിയോ ഒക്കെ കാണിച്ചല്ലോ എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മുടെ അടുത്ത് വരുന്നവരെല്ലാവരും നമ്മൾ വീഡിയോ കാണിക്കും. കാര്യം നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് വരുന്നത്. ശരിയാണ്. വേറെ ഞങ്ങൾക്ക് ഒരു 6 മാസം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞ് ഞങ്ങൾ ഒരു പോയി കണ്ട് എന്നൊരു ആവശ്യത്തിന് വന്നപ്പോൾ ആവശ്യത്തിനല്ല വിനോദത്തിന്റെ അടുത്ത് പോയപ്പോഴത്തേക്കും ശരിക്കും ഈ വീഡിയോയുടെ ഇത്രയും ഭാഗം മാത്രമായിരിക്കും പലരും കണ്ടിട്ടുണ്ടാവുക. ഇത്രയും ഭാഗം കാണുമ്പോൾ ആളുകൾക്ക് തോന്നുന്നൊരു സംശയം, ഇവർക്കും സുധിമോളോട് എന്തോ ദേഷ്യമുണ്ട്, ഇവരും സുധിമോളോട് എന്തോ ദേഷ്യം വെച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്, ഇവരെന്തൊക്കെയോ ചെയ്തു കൊടുത്തിട്ടാണ് ഈ വിളിച്ചു പറയുന്നത് തുടങ്ങിയ കമൻറ്റുകൾ ഇവരുടെ ഈ വീഡിയോയുടെ താഴെ. മനസ്സിലാക്കുക, തൊട്ട് മുന്നത്തെ വീഡിയോ, അതായത് സുധിമോൾ ചേച്ചി വന്ന വീഡിയോയ്ക്കകത്ത് വന്ന കമൻറ്റ് എന്ന് പറയുന്നത് സുധിമോൾ ചേച്ചിക്ക് അഗെയിൻസ്റ്റ് ആണെങ്കിൽ, ഇതിനകത്ത് വന്ന കമൻറ്റ് ഈ എക്സ്പ്ലനേഷൻ വീഡിയോയ്ക്കകത്ത്, അതായത് സുധിമോൾ ചേച്ചിയുടെ നെഗറ്റിവിറ്റി മാറ്റാൻ വേണ്ടി ഇവർ ചെയ്ത വീഡിയോയ്ക്കകത്ത് കംപ്ലീറ്റ് കമൻറ്റും വന്നേക്കുന്നത് ഇവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ്. നിങ്ങൾ ചെയ്തിട്ട് വിളിച്ചു പറയുന്നവരല്ലേ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരല്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരല്ലേ, നിങ്ങൾക്ക് ലേശം ഉളുപ്പുണ്ടോ, നിങ്ങൾക്ക് ഇത്ര മര്യാദയേ ഉള്ളോ, ഇത്ര അന്തസ്സേ ഉള്ളോ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് നെഗറ്റീവ് കമൻറ്റുകൾ. പക്ഷേ ഈ വീഡിയോ ഫുള്ള് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇവർ പറയുന്നത്. സുധിമോൾ ചേച്ചി ബിനീഷ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണ്, സുധിമോൾ ചേച്ചിയുടെ മക്കളുടെ എക്സാം ടൈമായിരുന്നു.
അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് വരാൻ പറ്റാതെ പോയത്. പക്ഷെ അവർ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ രണ്ട് വ്യക്തികൾ അവരുടെ ലൈഫിൽ, അവർ ഫാമിലി വ്ളോഗേഴ്സാണ്, രണ്ടുപേരും ഫാമിലി വ്ളോഗേഴ്സാണ്. അവരുടെ ലൈഫിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ആത്മാർത്ഥമായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ട് പോകുന്ന രണ്ട് വ്യക്തികളാണ്. ഇതിനകത്ത് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിനകത്ത് ഒന്ന് രണ്ട് കമൻറ്റ് ഞാൻ കണ്ടു. അതായത് ഈ സുതിമോൾ ചേച്ചിയുടെ ഹേറ്റേഴ്സാണ് അവർ, ഒരിക്കലും ഇവരുടെ അല്ല. സുതിമോൾ ചേച്ചിയുടെ ബദ്ധ ശത്രുക്കളായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അവരുടെ കമൻറ്റ് അതിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട്. കാരണം മുൻപൊരിക്കലും ഈ വ്യക്തി സുതിമോൾ ചേച്ചിക്കെതിരായിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുകയും അതിനെതിരെ അവർ വന്ന് വീഡിയോ ചെയ്യുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി, ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വ്യക്തി വളരെ താഴെക്കടയിൽ നിന്ന് ഉയർന്നു വന്ന് ഒരു ചാനലിൽ ഒരു പ്രോഗ്രാം ചെയ്യുകയും അതിലൂടെ ആളുകൾ അറിയുകയും അവരൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയും വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ഫാമിലി, അതിനകത്ത് കയറി കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ആർക്ക് എന്ത് നേട്ടം? എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. ഈ സുതിമോൾ ചേച്ചിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല, ഞാൻ അവരോട് സംസാരിച്ചിട്ടില്ല. ഞാൻ മുൻപൊരിക്കൽ അവരുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, ഈ നെഗറ്റീവ് കമൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തത് മാത്രമേ ഞാനും അവർ തമ്മിലുള്ള ഒരു ബന്ധമായിട്ടുള്ളൂ. ആ വീഡിയോ താഴെ അവർ വന്ന് താങ്ക് യു പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഞാൻ അവരോട് സംസാരിച്ചിട്ടില്ല. പക്ഷേ റബിൻ, ബിനിഷ, ഇച്ചാനും ഇച്ചാരിയും ഈ രണ്ടുപേരെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇത്രയും നല്ല വ്യക്തികൾ, യൂട്യൂബിനകത്ത് പരസ്പരം സഹായിക്കണമെന്ന് മനസ്സുള്ള രണ്ട് വ്യക്തികൾ, ആര് സഹായം ചോദിച്ചു കഴിഞ്ഞാലും അവർ ചെയ്യുകയും ചെയ്യും. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ അവൻ അവരെ വിളിച്ചു. പക്ഷേ അവർ ആ സമയത്താണ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നതും അതുകൊണ്ട് അവർക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ പോയി എന്ന് എന്നോട് പറയുകയും ചെയ്തു. പറഞ്ഞു വന്നത്, ഇച്ചാനും ഇച്ചാത്തിയെ സംബന്ധിച്ച് അവർ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ആൾക്കാരാണ്. ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം കണ്ടിട്ട് എങ്ങനെയാണ് ഒരാളെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്? ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും ഇതിനകത്ത് ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗം കണ്ടിട്ടായിരിക്കും നിങ്ങൾ പറയുന്നത്, ഇവൻ ഇത് എന്തൊക്കെയാണ് പറയുന്നത്, ഇവനിതിനെക്കുറിച്ച് എന്തറിയാം എന്നൊക്കെ തോന്നുമായിരിക്കും. വീഡിയോ മുഴുവൻ കണ്ടാൽ മാത്രമേ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ റബിൻ, ബിനിഷ എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികൾ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന സന്തോഷ നിമിഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ആ ചാനൽ കൊണ്ടുവന്നേക്കുന്നത്. അവർക്ക് കുറേ ഫണ്ണി മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ഫണ്ണി വീഡിയോസ് ചെയ്ത് അതിലൂടെ ആളുകളെ രസിപ്പിക്കുക, ഇതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് അവർ ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോസാണ്. അവർക്ക് വരുന്ന കമൻറ്റുകൾ വെച്ചിട്ടുള്ള റിയാക്ഷൻ വീഡിയോസാണ്. അപ്പോൾ സുതിമോൾ ചേച്ചിയും അവർ തമ്മിൽ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് പോകുന്നത്. അതിനകത്ത് കയറി കളിക്കുന്ന കുറേ ടീമുകളുണ്ട്. കമൻറ്റുകളിലൂടെ നല്ല രീതിയിൽ പോകുന്ന സൗഹൃദങ്ങൾ ഇല്ലാതാക്കുക. അത് ചെയ്തിട്ട് എന്ത് ഗുണമാണ് കിട്ടുന്നത്? ഈ സുതിമോൾ ചേച്ചിയുടെ വീഡിയോയിൽ പോയിട്ട് പറയും, അവരല്ലേലും അങ്ങനെയാണ്, അവരല്ലേലും ഇങ്ങനെയാണ്, അവർ ശരിയല്ല. എനിക്കത് പണ്ടേ അറിയാതെ നിങ്ങളെ സഹായിക്കുന്നതിൻ്റെ പേരിൽ അവർ റീച്ച് ഉണ്ടാക്കുകയാണ്. ഇതായിരിക്കും അവരുടെ ചാനലിൽ ഇപ്പോൾ പറയുന്നത്. ഇവിടെ വന്ന് പറയുന്നത്, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു, അവളല്ലെങ്കിലും കാര്യം കാണാൻ വേണ്ടി വരുന്നവളാണ്, അവളല്ലെങ്കിലും അവൾക്ക് എന്തൊരു ആവശ്യമായി മാത്രം തിരിഞ്ഞു നോക്കുന്നവളാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ എന്നെയും ഈ പറയുന്ന ഇച്ചാനും ഇച്ചാറ്റിയും ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വന്നതിന് ശേഷം ഇതുവരെ എനിക്ക് അവരെ കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാൻ എറണാകുളത്ത് പോകുന്ന സമയത്തോ അതല്ലെങ്കിൽ എനിക്ക് തൃശ്ശൂർ പോകേണ്ട ആവശ്യം വരുമ്പോഴും ഞാൻ അവരെ കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നേ വരെ എനിക്കതിന് സാധിച്ചിട്ടില്ല. അത് സാഹചര്യമാണ്. ഇപ്പോൾ ഒരു വ്യക്തി വയ്യാണ്ട് കിടക്കുമ്പോൾ ആണെങ്കിൽ പോലും നമുക്ക് വിളിച്ച് അന്വേഷിക്കാം, ഒരുപാട് ദൂരെയാണെങ്കിൽ. അതല്ലാതെ ചിലപ്പോൾ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റില്ല. എല്ലാവരും ഒരുപോലെ അല്ല, എല്ലാവരുടെയും സാഹചര്യങ്ങൾ ഒരുപോലെ ആയിരിക്കില്ല. അത് മനസ്സിലാക്കാതെ കമൻറ്റ് ബോക്സിൽ കിടന്ന് മെഴുകുന്ന കുറേ ടീമുകളുണ്ട്. ഒരു രക്ഷയില്ലാതെ നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം യൂട്യൂബ് തുറക്കുന്ന ആൾക്കാരുണ്ട്. അവരോടൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അവർ അങ്ങനെ ചെയ്യുള്ളൂ. ഞാൻ ഈ നെഗറ്റീവ് കമൻറ്റ് അയക്കുന്നവരുടെ കാര്യം മാത്രമാണ് പറയുന്നത്. അല്ലാണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ എന്തായാലും നല്ല കാര്യമല്ലേ ചെയ്തത്, നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരുള്ളൂ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ആൾക്കാരെല്ലാം വീഡിയോ കണ്ട് പൂർണ്ണമായിട്ടും കണ്ട ആൾക്കാരായിരിക്കും. ഇവർ സുതിമോൾ ചേച്ചിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. മറ്റവർ അങ്ങനെയല്ല, മറ്റൊരു ആ വീഡിയോയുടെ തുടക്കം മാത്രം കണ്ടിട്ട് വിമർശിക്കുന്ന ആൾക്കാരാണ്. ഈ തുടക്കം മാത്രം കണ്ട ഒരു പക്ഷേ പല ആൾക്കാരും, അതിപ്പം ഫാമിലി വ്ളോഗേഴ്സ് ആയിക്കോട്ടെ, റിയാക്ഷൻ വ്ളോഗേഴ്സ് ആയിക്കോട്ടെ, ഏത് യൂട്യൂബ് വ്ളോഗേഴ്സ് ആയിക്കോട്ടെ, അവർ തുടക്കത്തിൽ ചെയ്യുന്നത് ആൾക്കാർ വീഡിയോ കണ്ടിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും പറയുക. അതുപോലെ തന്നെയാണ് ഈ തംബ്നെയിൽ. യൂട്യൂബ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ആൾക്കാർക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന തംബ്നെയിൽ ഇടണം. നമ്മുടെ ആൾക്കാരുടെ പ്രത്യേകത നിങ്ങൾക്കറിയാമായിരിക്കും. നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ചാടി വീഴും. അതായത് നെഗറ്റീവ് വാർത്തകൾ. ഇപ്പോൾ അവൻ അവളോട് ചെയ്തത് എന്താണെന്ന് അറിയാമോ, നിങ്ങളിത് കണ്ടാൽ ഞെട്ടിപ്പോവും, അവൻ അവളെ അവിടെ കയറി പിടിച്ചു, ഇങ്ങനെയുള്ള തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ ചാടി വീഴുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഇടുന്ന തംബ്നെയിൽ കണ്ടിട്ടുണ്ട്, ഇവളുടെ അഹങ്കാരത്തിന് ഇത് തന്നെയാണ് കിട്ടേണ്ടത്, ഇത്രയധികം അഹങ്കാരം പാടില്ല. ശരിക്കും ആ വീഡിയോയ്ക്കകത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുക. തംബ്നെയിൽ കൊടുക്കുന്നത് ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയാണ്. അത് മനസ്സിലാക്കാതെ തംബ്നെയിൽ മാത്രം കണ്ടിട്ട്, ഇപ്പോൾ ഫേസ്ബുക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ആയിക്കോട്ടെ, ഒരുപാട് ന്യൂസ് ചാനലുകൾ കൊടുക്കുന്ന തംബ്നെയിൽ കണ്ടില്ലേ, നെഗറ്റീവ് തംബ്നെയിലായിരിക്കും. ഇന്ന് രാവിലെ ഞാൻ ഒരു കാര്യം ഒരു ക്യാപ്ഷൻ കണ്ടു. അതായത് ആക്ട്രസ് വിൻസിയാണ് ആ ക്യാപ്ഷനിലെ നായിക എന്ന് പറയുന്നത്, ആ വീഡിയോയിലെ നായിക എന്ന് പറയുന്നത്. അതിൻ്റെ തംബ്നെയിൽ അല്ലെങ്കിൽ അതിൻ്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് വിൻസി അലോഷ്യസ് ബോട്ടിലിൻ്റെ അടപ്പ് തുറന്ന് വെള്ളം കുടിക്കുന്നു, ഇതാണ് ക്യാപ്ഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ക്യാപ്ഷൻ ഇട്ട ആൾക്കാർക്ക് അറിയാം അതിൻ്റെ താഴെ വരാൻ പോകുന്നത് കംപ്ലീറ്റ് നെഗറ്റീവ് കമൻറ്റുകളായിരിക്കും എന്നറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ആ ക്യാപ്ഷൻ ഇടുന്നത്. പക്ഷേ ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാമോ അവർ ഈ പറയുന്നത് ആരും നോക്കാൻ പോകുന്നില്ല എന്ന്. അടുത്ത പ്രാവശ്യം ഇതേ മീഡിയ അല്ലെങ്കിൽ ഇതേ ന്യൂസ് ചാനലുകാർ അടുത്തൊരു നടിയുടെ വീഡിയോ എടുത്തിട്ടിട്ട് ഇന്ന നടി അല്ലെങ്കിൽ ഇന്ന നടൻ അവിടെ ആ കൈ കൊണ്ട് കാണിക്കുന്നത് കണ്ടോ, ഇതൊക്കെയായിരിക്കും ക്യാപ്ഷൻ കൊടുക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് മണ്ടന്മാരായ കുറേ പ്രേക്ഷകർ, ഞാൻ അങ്ങനെ പറയുള്ളൂ,
ഇങ്ങനെ നെഗറ്റീവ് കമന്റുകൾ ഇടുന്ന പ്രേക്ഷകരെ ഞാൻ അങ്ങനെ പറയുള്ളൂ. മണ്ടന്മാരായ കുറേ പ്രേക്ഷകർ വായി തോന്നിയത് ഗോതയ്ക്ക് പാടം ലെവലിൽ തെറിയും പറഞ്ഞ് ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കും. അതിന്റെ റീച്ച് ആർക്ക് പോവും? ആ ചാനലിന് പോകും. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവർ ഈ തംബ്നെയിൽ കൊടുത്തത് അവർക്ക് വന്ന കമന്റിന്റെ അടിസ്ഥാനത്തിലാണ്. സുധിമോൾ നിങ്ങളെ ചതിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു, അല്ലെങ്കിൽ സുധിമോൾ നിങ്ങൾക്ക് ഇട്ട് പണിയൊന്നും എനിക്കറിയാമായിരുന്നു. ഇമാതിരി കമന്റുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അങ്ങനെ ഒരു തംബ്നെയിൽ കൊടുത്തത്. സുധിമോൾ ഞങ്ങളെ ചതിച്ചു, ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരതിനകത്ത് പറയുന്നത് 1% പോലും സുധിമോൾ ചേച്ചിക്ക് അഗെയിൻസ്റ്റ് അല്ല. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ നെഗറ്റിവിറ്റി മാറ്റാൻ വേണ്ടിയാണ്. പിന്നെ ഇങ്ങനെയുള്ള തംബ്നെയിൽ കൊടുത്താലേ ആൾക്കാർ കാണുള്ളൂ എന്ന് അവർക്കറിയാം. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. എനിക്ക് ആ കാര്യത്തിൽ അവരോട് കടുത്ത വിമർശനമുണ്ട്. ഞാൻ അത് അവരോട് വിളിച്ച് പറയുകയും ചെയ്തു. എനിക്ക് ആ തംബ്നെയിൽ കൊടുത്തതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെ ഒരു തംബ്നെയിൽ വേണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ കൊടുക്കുകയാണ്, സുധിമോൾ ചേച്ചി ഇവിടെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് കൊടുത്താൽ ഒരാൾ പോലും തിരിഞ്ഞു നോക്കില്ല. അവർ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, ഒരാൾ പോലും തിരിഞ്ഞു നോക്കില്ല. കാരണം ആർക്കും പോസിറ്റിവിറ്റി വേണ്ട, എല്ലാവർക്കും നെഗറ്റീവ് മതി. ഇപ്പോൾ ഈ ഇങ്ങനൊരു ക്യാപ്ഷൻ കൊടുത്തപ്പോൾ, ഇങ്ങനെ ഒരു തംബ്നെയിൽ കൊടുത്തപ്പോൾ സുധിമോൾ ഞങ്ങളോട് ചെയ്തത് ഞങ്ങൾക്ക് പറയാനുണ്ട്. എന്തായിരിക്കും പറഞ്ഞത്, എന്തായിരിക്കും ചെയ്തത്, സുധിമോൾ ഞങ്ങൾ ചതിച്ചു, എന്താണ് ചതി, ഇതൊക്കെ കേൾക്കാൻ വേണ്ടി ആൾക്കാർ എന്ത് ചെയ്യും? ആ ചാനലിൽ കയറി നോക്കും. ആ വീഡിയോ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് ഒരു ഉദ്ദേശം എന്നുള്ളത്. പക്ഷേ എല്ലാവരും ഫുൾ വീഡിയോ കാണണം എന്നില്ല. ഞാൻ അതാ പറഞ്ഞത്, ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ മുഴുവൻ കാണാതെ ആരെയും അടച്ച് ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അധിക്ഷേപിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല. ഇതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല തന്നെ പറയാം. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ യോജിക്കരുത്. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ വിമർശനം നിങ്ങൾക്ക് രേഖപ്പെടുത്താം, യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം, ഇപ്പോൾ ഈ ഇച്ചാനെയും ഇച്ചാറ്റി നിങ്ങൾക്ക് അറിയാമോ, സുധിമോൾ എന്ന് പറയുന്ന ആ വ്യക്തി നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.